ഓം നമ ശിവായ. നമസ്കാരം. എൻ്റെ പേര് വിവേക് എന്നാണ്. ഞാൻ മണ്ണാർക്കാട് അരകൃഷി ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്രത്തിന്റെ പരിസരത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ സമയത്ത് വരാൻ കാരണം ഇത് നമ്മുടെ ഭാരതത്തിലൊട്ടാകെ ഇപ്പോൾ വളരെ വിശിഷ്ടമായ ഒരു കാലഘട്ടമാണ്. മഹാകുംഭ് നടക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് മഹാപരമേശ്വരനെ കാണാൻ വേണ്ടി നമ്മളെ ഏറ്റവും അടുത്തുള്ള പ്രസിദ്ധമായിട്ടുള്ള മോക്ഷത്ത് ശിവക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങിയിട്ട്, അതായത് നമ്മുടെ ദൈവിക ആരാധന പ്രകൃതിയോട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കണു എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ അമ്പലത്തിൽ വന്ന് ഇതിന്റെ ചുറ്റുപാടുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഇതിനെ ആ പ്രകൃതിനെ എങ്ങനെ സംരക്ഷിച്ചു പോരുന്നു. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വികസനത്തിന്റെ ഭാഗമായി മരങ്ങൾ മുറിക്കുക, ടൈലിടുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ അത് സമ്പ്രദായ പ്രകാരമുള്ള കാടും അതിനോടനുബന്ധിച്ചുള്ള മരങ്ങളും എല്ലാം എങ്ങനെ നിലനിർത്തി പോരുന്നു. ആ ഒരു ഫീൽ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഈ മോക്ഷത്തമ്പലത്തിൽ തന്നെ വരണം. മോക്ഷം കിട്ടാൻ വേണ്ടി ഇവിടെ തലകീഴായി നടന്ന് ശിവനാമം ചൊല്ലുന്ന വവ്വാലികള് എല്ലാവർക്കും ഒരു പ്രത്യേകതര അനുഭൂതി ഉണ്ടാക്കും. അത് മാത്രമല്ല, താന്ത്രികപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലയാണ് ചാക്യാർകൂത്ത്. ആ ചാക്യാർകൂത്തിന്റെ മത്തവിലാസം കൂത്ത് എന്ന് പറഞ്ഞാൽ ചക്ഷുസ യജ്ഞം എന്നാ പറയാ. ചക്ഷുസ് കൊണ്ട് കാണുന്ന യജ്ഞം, അതായത് താന്ത്രികമായ ചടങ്ങുകളോടുകൂടി നടത്തുന്ന ഒരു കലയാണ് മത്തവിലാസം കൂത്ത്. അപ്പൊ ഈ മത്തവിലാസം കൂത്ത് ഇവിടെ ശിവരാത്രി വരായിട്ട് നമുക്ക് ശിവരാത്രിക്കായി ഒരുപാട് ഷീട്ടാക്കാം. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഈ അമ്പലത്തിനുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടറുത്ത് നമ്മളുടെ കർമ്മദോഷങ്ങളോ അല്ലെങ്കിൽ വിദ്യാസംബന്ധമായ ബുദ്ധിമുട്ടുകളോ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാലും മുട്ടറുത്തിട്ട് അതിന്റെ ഫലം പറഞ്ഞിട്ട് അതിനുള്ള പ്രതിവിധികളും നമുക്ക് ഇവിടുന്ന് സമീപിക്കാവുന്നതാണ്. ഓം നമ ശിവായ. മോക്ഷത്തമ്പലം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരണം എന്നുള്ള മോഹം നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അടുത്ത് മണ്ണാർക്കാടാണെങ്കിൽ അങ്ങനെ എപ്പോഴും വന്നെത്താൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ ദിവസം ഏതായാലും അതിനായിട്ട് ഞങ്ങൾ മോഹിച്ചു സാധിച്ചു. ഇവിടെ അങ്ങനെ ഓരോ നാൾക്കും പ്രത്യേകമായിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് പരിപാലിച്ചു വരുന്ന ചെടികളും ഉണ്ടല്ലോ, അതിന് വെള്ളം ഒഴിക്കുക, അത് നമുക്കൊരു സംതൃപ്തി തരുന്നൊരു അവസ്ഥ കൂടിയാണ്. ഒന്നും മനസ്സിലായി.